ഇതാണ് രാശിചക്രം. അതായത് നമ്മൾ ജനിക്കുമ്പോൾ, ഒരു കുട്ടി ജനിക്കുമ്പം, ഭൂമിയിലൊരു സ്ഥലത്തൊരു കുട്ടി ജനിക്കുമ്പം മറ്റ് ഗ്രഹങ്ങളുടെ പൊസിഷൻ ആ കുട്ടിയുടെ ജന്മസ്ഥലമായിട്ട് ബേസ് ചെയ്ത് റെഫറൻസ് കാണിച്ചുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ പൊസിഷൻ മാർക്ക് ചെയ്യുന്ന 12 ബോക്സുകളുടെ ഒരു സ്ക്വയർ പിക്ചറാണ് രാശിചക്രം എന്ന് പറയുന്നത്. അതായത് ശരിക്കും ആക്ച്വലി നമ്മൾ ദാണ്ട് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? നടുക്ക് സൂര്യനെ ചുറ്റി പ്ലാനറ്റ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, വിവിധ ഓർബിറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വൃത്താകൃതി വരയ്ക്കുമ്പോൾ ഈ മൊത്തം ഒരു ആംഗിൾ, ഒരു വൃത്തത്തിൻ്റെ ആംഗിൾ മൊത്തം 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി. ഈ 360നെ 12 ഡിവൈഡ് ചെയ്യുന്നു. 12 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 30 ഡിഗ്രി ആംഗിൾ വീതം വരും. 30 ഡിഗ്രി ആംഗിൾ വീതം വരും. അത് നമുക്ക് ആ 30 ഡിഗ്രി ആംഗിളിലുള്ള ആ രാശിയുടെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിനെ കുറിച്ച്, ആ ഭാഗമാണ് പ്രസക്തമായിട്ടുള്ളത്. അങ്ങനെയാണ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 12 എന്ന് പറയുന്നത് പുരാതന കാലത്തുള്ള ബാബിലോണിയൻ ആസ്ട്രോളജിയിൽ വരെ പറയുന്നുണ്ട്. 12 സിമ്പിൾസാണ് കാണിക്കുന്നത് ഈ രാശിചക്രത്തിൽ. ഇങ്ങനെയുള്ള ജന്മത്തിന് 12. പിന്നെ ഈ 12ന് വേറൊരു ലോജിക്കൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു സ്ക്വയറായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ വൃത്താകൃതിയുള്ള സാധനത്തെ സ്ക്വയറായിട്ട് എഴുതാൻ കാരണം. നമുക്ക് ഈ ഓരോ ഭാവങ്ങളും, ഇതിലെ ഭാവങ്ങളും, ഈ രാശിയെ ഭാവങ്ങളെന്നും പറയാറുണ്ട്. ജ്യോതിഷത്തിൽ ഭാവങ്ങളെന്നും പറയും ഈ രാശിയെ. അപ്പോൾ ഓരോ കണ്ണവും ഓരോ ബോക്സും നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ കൗണ്ട് ചെയ്യാൻ എളുപ്പം നമുക്ക് ഈ ചതുരത്തിൽ വരയ്ക്കുന്നതാണ്. അതിനെ ചതുരത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ രാശിചക്രം ചതുരത്തിൽ വരയ്ക്കുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 12 ഞാൻ പറഞ്ഞില്ല, ബാബിലോണിയൻ സംസ്കാരം മുതൽ, പുരാതന ബാബിലോണിയൻ ആസ്ട്രോളജി മുതൽ അങ്ങനെ കണ്ടുപിടിക്കും. മാത്രമല്ല ഈ 4 സൈഡിലും 4 രാശികൾ വരാൻ മൊത്തം 12 ബോക്സ് വേണം. അങ്ങനെയാണ്. അപ്പോൾ 12 ബോക്സ് ആണെങ്കിൽ 4 സൈഡിലും 4 രാശി വരും. അത് 1 2 3 4, 1 2 3 4, 1 2 3 1, അല്ല 1 2 3 4 അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അത് കൗണ്ട് ചെയ്യാൻ നമുക്ക് സുഖമാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് 18 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടാ? ഇപ്പം 360 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 ഡിഗ്രി വെച്ചുള്ള ആംഗിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 18 ബോക്സ് വരും. പക്ഷേ 18 ബോക്സ് വരുമ്പോൾ എന്താണ് ഇതിൻ്റെ തിക്നെസ് കുറയും. തിക്നെസ് കുറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, നമ്മൾ ഈ ആംഗിൾ കുറയുമ്പം നമ്മൾ ഈ ആർക്ക് കുറയും. ഈ ആർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും ഫലം മാത്രമേ നമുക്കൊരു ഇത് ഭയങ്കര മൈന്യൂട്ടാണ് ഈ ഇത്രയും ഭാഗത്ത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ആവും. അപ്പോൾ എന്നാൽ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം 12 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മൊത്തത്തിൽ കംഫർട്ടബിളാണ്, നമുക്ക് ഫലം പറയാനും പറ്റും. പക്ഷെ നമുക്കിതിനെ ഈ രാശിയെ നമ്മൾ ഓരോ രാശിയെയും 12 ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഓരോ രാശിയെയും വീണ്ടും നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ ജ്യോതിഷത്തിൽ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ചെറിയ മൈന്യൂട്ട് ഭാഗത്തിനുമുള്ള ഫലം നമ്മൾ അവതരിപ്പിക്കാറുണ്ട്, അനലൈസ് ചെയ്യാറുണ്ട്. ഞാനിത് ബേസാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ 12 രാശി, ഈ ഏറ്റവും മുകളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഇതിനെ നമുക്ക് മീനം എന്ന് വിളിക്കാം. നമുക്ക് മീനം, ഈ മൂലരാശി മീനം എന്ന് വിളിക്കും. മീനം തൊട്ടടുത്ത് മേടം. അങ്ങനെ മീനം തുടങ്ങി മേടം, ഇടവം, മിഥുനം ഇങ്ങനെ വന്നിട്ട് നമുക്കറിയാവുന്ന പോലെ 12 മാസം. പക്ഷേ രാശിചക്രത്തിൽ ജ്യോതിഷത്തിൽ നമ്മൾ മേടമാസം മുതലാണ് കൗണ്ട് ചെയ്യുന്നത്. ഈ മേടമാസം മുതലാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. എന്തുകൊണ്ടാണ് മേടമാസം മുതൽ കൗണ്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മേടത്തിൻ്റെ പ്രത്യേകത, മേടം എന്ന് പറയുന്നത് വിഷുവുമാണ്. വിഷു ഇത് രാവും പകലും ഏകദേശം ഒരുപോലെ ഇരിക്കാൻ തുടങ്ങുന്നത് അവിടെ ആ ഭാഗത്ത് വെച്ചാണ്. അപ്പം വിഷു സംക്രമം നമുക്കറിയാം, നമ്മൾ ആഘോഷിക്കുന്നതാണ്. മേടമാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ഭൂമിശാസ്ത്രപരമായിട്ടും യൂണിവേഴ്സിൻ്റെ സൂര്യൻ്റെ വിത്ത് റെസ്പെക്ട് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മേടമെന്ന് പറയുമ്പോൾ ഇക്വിനോക്സ് ഉള്ള മേടത്തിലാണ്. മീൻസ് രാവും പകലും ഏകദേശം തുല്യമായി വരുന്ന മേടത്തിലാണ്. നമുക്കറിയാം മേടം 10 എന്ന് പറയുന്നത് 10ാമത് എല്ലാത്തിനും നല്ലതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ലതാണെന്ന് പറയുന്ന ദിവസമാണ് മേടം 10. അപ്പോൾ മേടം മൂലമാണ് കൗണ്ട് ചെയ്യുന്നത്. മേടം മൂലം ഇപ്പം രാശിചക്രത്തിലെ ഒന്നാമത്തെ നമ്മുടെ ജ്യോതിഷത്തിൽ രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശി എന്ന് പറയുന്നത് മേടമാണ്. അപ്പം നമ്മളിവിടെ കൗണ്ട് ചെയ്യുമ്പോൾ ഏത് ബോക്സിൽ നിന്നോ കൗണ്ട് ചെയ്യുന്നത്, ഏത് രാശിയിൽ നിന്നോ കൗണ്ട് ചെയ്യുന്നത്, അവിടെ മുതൽ തുടങ്ങും നമ്മൾ. അപ്പം മേടം 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്. ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഓരോ രാശിക്കും, മീനം മുതൽ കുംഭം വരെയുള്ള ഈ ഓരോ രാശിക്കും ഓരോ ഗ്രഹാധിപത്യമുണ്ട്. ഈ ഓരോ രാശികളുടെയും പവർ ഓരോ ഗ്രഹത്തിലാണ്. അതൊരു ജ്യോതിഷത്തിലൊരു അതിന് സയൻറ്റിഫിക്കായിട്ടുള്ളൊരു വേർഷനുണ്ട്. അതായത് ഈ മീനത്തിൻ്റെയും ഓപ്പോസിറ്റ് ധനുവിൻ്റെയും, മീനത്തിൻ്റെയും ധനുവിൻ്റെയും അത് പിന്നെ ഉടമയെന്ന് പറയുന്നത്
വ്യാഴമാണ്, വ്യാഴം. അതുപോലെ മിഥുനത്തിൻ്റെയും കന്യയുടെ ഉടമയെന്ന് പറഞ്ഞ ആരാണ്? മിഥുനത്തിൻ്റെയും കന്യയുടെ ഉടമ ബുധനാണ്, ബുധൻ. മേടത്തിൻ്റെയും വൃശ്ചികത്തിൻ്റെ ഉടമ ചൊവ്വയാണ്, ചൊവ്വ. ഇടവത്തിൻ്റെയും തുലാത്തിൻ്റെ ഉടമ ശുക്രനും. അപ്പം വ്യാഴം, ചൊവ്വ, ശുക്രൻ, ബുധൻ. ഇനി ചിങ്ങത്തിൻ്റെ ഉടമ ആരാ? സൂര്യൻ. കർക്കിടകത്തിൻ്റെ ഉടമ ആരാ? ചന്ദ്രൻ. കുംഭത്തിൻ്റെയും മകരത്തിൻ്റെ ഉടമ ആരാ? ശനി. ശനിക്ക് 2 ഗ്രഹങ്ങളുണ്ട്, 2 വീടുകളുണ്ട്, മകരവും കുംഭവും. അതുപോലെ വ്യാഴത്തിന് 2 വീടുകളുണ്ട്, ചൊവ്വായ്ക്ക് 2 വീടുണ്ട്. ഒരു വീട് മാത്രമുള്ളത് ചിങ്ങത്തിനും ചന്ദ്രനുമാണ്, സൂര്യനും ചന്ദ്രനുമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബേസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ജനിക്കുന്ന സമയത്തെ ഗ്രഹങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഗ്രഹങ്ങൾ എഴുതുന്നത്, അത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. തുടർന്നും ഈ ചാനൽ കേട്ടുകൊണ്ടിരിക്കുക. നമുക്ക് കൗതുകകരമായ വസ്തുതകൾ ഞാൻ ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കുന്ന ഒരു ചാനലാണിത്. എല്ലാവരും സഹകരിക്കുക. നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം നമ്മൾ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.